അല്ലാതെ പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമരല്ലേ, എന്നാളും നാം ഇനിയുന്നേ. Hello guys, welcome back to Homies. So this is your Shifna. അപ്പം ഞാൻ ഇന്ന് ഇത് എവിടെയാണ് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നൊരു മൂവി കാണാൻ പോയതാണ് ഗൈസ്. അതായത് ഞാൻ, ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി. ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു മൂവിയാണ് വാഴയാണ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ഓ മൈ ഗോഡ്, സോ എക്സൈറ്റഡ് ഗൈസ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവി കാണാൻ പോയിട്ടുണ്ട്, കൊളീഗ്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കടി വിളിച്ച നീ എൻ്റെ കൂടെ കാണത്തില്ലേ? ഈ ഇടിക്കേസിലൊക്കെ ഞാൻ വേണോ ആശ്രയ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൂടെ കാണുന്നല്ലേ പറയുന്ന? ഞാൻ അല്ലാതെ പിന്നെ ആടാ. ഇപ്പോൾ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോനെ സീനാണ്, അടിപൊളി, ചിരിച്ചൊരു വഴിയായത് പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ട രണ്ടാൾക്കാർ മൂവി കാണാൻ വന്നിട്ടില്ല. ഒന്നിൻ്റെ കാക്കയും ഒന്നിൻ്റെ മുത്തുമാണ്. അതുകൊണ്ട് തന്നെ അവർ വരാത്ത വിഷമം ഞാൻ ഓരോന്നിൻ്റെ അനിയനോട് വാങ്ങിപ്പിച്ച് അത് കഴിച്ച വിഷമം അങ്ങ് തീർത്തു. പിന്നെ മക്കളെ, ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനോട്, ആ മൂവിയിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനോട് നിങ്ങൾക്കൊരു ക്രഷ് തോന്നാം. യെസ് ഗൈസ്, എനിക്കും തോന്നി. ഓ മൈ ഗോഡ്, അതെങ്ങനെ ഞാൻ പറയും? ആകമാകെ ഉരുകല്ലേ, ശരിയാണ് ഗൈസ്, ഈ മൂവി കണ്ടതിന് ശേഷം നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ കാര്യങ്ങളും റിലേറ്റബിൾ ആയിട്ടുള്ളതാണുള്ളത്. സോ എന്തിപ്പോൾ ഞാൻ പറയാം, നിങ്ങളൊക്കെ പോയി കണ്ടു നോക്കി അപ്പോൾ മനസ്സിലാവും. പിന്നെ എൻ്റെ ഈ ഒരു ചിരിക്ക് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളാണ്, എൻ്റെ അനിയത്തിയാണ്. എന്താന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ ഈ പ്രഹസനങ്ങളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. കാരണം ഇത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശീലമായിക്കോളും, അപ്പം പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഞാൻ അല്ലാതെ പിന്നെ ആര്?